Good morning. Today we are going to discuss a question of cycloid. Here it is the question for you. Construct a cycloid given the radius of the rolling circle as 25 mm. Also draw a tangent and a normal at any point P on the curve. First step. Draw a horizontal line CACB of length equal to the circumference of the rolling circle to represent the locus of center of rolling circle. ആദ്യം നമ്മൾ CACB എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈന് വരയ്ക്കണം. ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റോളിംഗ് സർക്കിളിന്റെ സർക്കംഫറൻസിന് ഈക്വൽ ആയിരിക്കും. Rolling circle in the circumference is equal to pi into diameter or 2 pi r. Then which is equal to 2 into pi into radius 25 alle 2 pi into 25 which is equal to 157 mm. ഇത് 157 mm ലെങ്ത് ഉള്ള ഹൊറിസോണ്ടൽ ലൈൻ ആണ്. Mark the end points as CA and CB. CA സെന്റർ ആക്കി 25 mm റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. ഇതാണ് റോളിംഗ് സർക്കിളിന്റെ ഇനീഷ്യൽ പൊസിഷൻ. നെക്സ്റ്റ് ചെയ്യേണ്ടത് CB സെന്റർ ആക്കി 25 mm റേഡിയസ് എടുത്ത് മറ്റൊരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളാണ് റോളിംഗ് സർക്കിളിന്റെ ഫൈനൽ പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. CA ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. CB ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് AB എന്നുള്ള ഒരു ടാൻജന്റ് വരയ്ക്കണം. ഈ ടാൻജന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് CACB ആയിരിക്കും. AB എന്ന് പറയുന്ന ടാൻജന്റ് ആണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് CACBക്ക് ഈക്വൽ ആയിരിക്കും. മാർക്ക് ഇറ്റ് ആസ് ക്യാപിറ്റൽ ലെറ്റർ A ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ B. AB ആണ് ഫിക്സഡ് സ്ട്രൈറ്റ് ലൈൻ അഥവാ ബേസ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് റോളിംഗ് സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ AB എന്നുള്ള ടാൻജന്റിനെയും 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം സർക്കിളിനെ 4 ഈക്വൽ ക്വാഡ്രാന്റ് ആയി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ക്വാഡ്രാന്റും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഓരോ ക്വാഡ്രാന്റിനെയും 30 ഡിഗ്രിയിൽ 3 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇപ്പോൾ റോളിംഗ് സർക്കിളും ബേസ് ലൈനും 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെയിം ഇറ്റ് ആസ് 1 2 3 4 5 6 7 8 9 10 11. Name base line divisions as 1 dash 2 dash 3 dash 4 dash 5 dash 6 dash 7 dash 8 dash 9 dash 10 dash 11 dash. Draw perpendiculars through 1 dash 2 dash 3 dash etc. up to 11 dash.
CACB ലൈനിൽ മീറ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലേഴ്സിനെ യഥാക്രമം C1, C2, C3, C4, C5, C6, C7, C8, C9, C10, C11 എന്നിങ്ങനെ നെയിം ചെയ്യാം. Draw parallel lines through points 1, 2, 3, 4, 5, 6. എബിക്ക് പാരലലായി 11ലൂടെയും 1ലൂടെയും പാരലൽ ലൈൻ വരയ്ക്കുക. എബിക്ക് പാരലലായി 10ലൂടെയും 2ലൂടെയും പാരലൽ ലൈൻ വരയ്ക്കുക. 8ലൂടെയും 4ലൂടെയും പാരലൽ ലൈൻ വരയ്ക്കുക. 7ലൂടെയും 5ലൂടെയും പാരലൽ ലൈൻ വരയ്ക്കുക. 6ലൂടെ പാരലൽ ലൈൻ വരയ്ക്കുക. എ എന്നുള്ള പോയിന്റ് ആയിരിക്കും ഇനീഷ്യൽ പൊസിഷൻ വിച്ച് ക്യാൻ ബി മാർക്ക്ഡ് ബൈ P0. ബി ആയിരിക്കും ഫൈനൽ പൊസിഷൻ വിച്ച് ക്യാൻ ബി ഓൾസോ മാർക്ക്ഡ് ബൈ P0. ദെൻ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. റോളിംഗ് സർക്കിളിന്റെ സെന്റർ C1 ആകുമ്പോൾ ഉള്ള പോയിന്റ് ആയിരിക്കും P1. P1 എങ്ങനെ കണ്ടുപിടിക്കാം? C1 സെന്റർ ആക്കി എടുക്കുക, റേഡിയസ് 25 mm എടുക്കുക, എന്നിട്ട് 11-1ലൂടെയുള്ള പാരലൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. It is the point P1. നെക്സ്റ്റ് പോയിന്റ് P2 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് C2 സെന്റർ ആക്കി എടുക്കുക, റേഡിയസ് 25 mm എടുത്ത് 10-2 പാരലൽ ലൈനിലൂടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരിക്കും P2. P3 പോയിന്റ് കിട്ടുന്നതിന് വേണ്ടി C3 സെന്റർ ആക്കുക, 9-3 ലൈനിലൂടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരിക്കും P3. P4 പോയിന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് C4 സെന്റർ ആക്കി 8-4 ലൈനിലൂടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരിക്കും P4. P5 പോയിന്റ് കിട്ടുന്നതിന് വേണ്ടി C5 സെന്റർ ആക്കുക, 7-5 ലൈനിലൂടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരിക്കും P5. P6 പോയിന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് C6 സെന്റർ ആക്കുക, 6ലൂടെയുള്ള ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരിക്കും P6. P7 പോയിന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് C7 സെന്റർ ആക്കി 7ലൂടെയുള്ള ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരിക്കും P7. P8 പോയിന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് C8 സെന്റർ ആക്കി 8-4 ലൈനിലൂടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ പോയിന്റ് ആയിരിക്കും P8. P8ന് ശേഷം P9 പോയിന്റ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, P10 പോയിന്റ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, P11 പോയിന്റ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. N പോയിന്റ് PO നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ്സിലൂടെ ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക, അതായിരിക്കും നമ്മുടെ സൈക്ലോയിഡ്. അടുത്തതായി കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ടാൻജന്റും നോർമലും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പോയിന്റ് P ചൂസ് ചെയ്യുക. ഇറ്റ് ഈസ് പോയിന്റ് P. P സെന്റർ ആക്കി റേഡിയസ് 25 mm എടുത്ത് CACB ലൈനിൽ, അതായത് നമ്മുടെ ലോക്കസ് ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ ഒരു പോയിന്റിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ C എന്ന് മാർക്ക് ചെയ്യാം. ത്രൂ പോയിന്റ് C, draw a perpendicular line to touch the fixed line AB. Mark this point as capital letter F. Join N
P. It is the normal at the point P. നോർമൽ കിട്ടിക്കഴിഞ്ഞാൽ ടാൻജൻറ്റ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നോർമലിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുക. അതായിരിക്കും പി എന്നുള്ള പോയിന്റിലെ ടാൻജൻറ്റ്. ടാൻജൻറ്റ് രണ്ട് സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. മാർക്ക് ഇറ്റ് ആസ് ടി. ഇവിടെ ഓൾറെഡി പി ഉണ്ട്, ടി. സോ പി എന്നുള്ള പോയിന്റിലെ ടാൻജൻ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ദി നോർമൽ ഇറ്റ് ഈസ് ദി ടാൻജൻ്റ് ഇറ്റ് ഈസ് ദി സൈക്ലോയിഡ് കർവ്. Mark other parameters: rolling circle initial position, rolling circle final position, initial position of point P, final position of point P, locus of center C, fixed line AB.